ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാ കുന്ദേന്ദു തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതപര യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാർച്ചുത ശങ്കര പ്രഭൃതിപർദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപക. ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. സർവ ഭക്തമക്കളെയും പരമാത്മാവിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ആയുസ്സും ആരോഗ്യവും രോഗശാന്തിയും ഈശ്വരകൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്കിന്ന് ഭജന ചൊല്ലാം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. 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 നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ. നരകത്തിൽ നിന്നും കരകയറ്റിയിടേണി തിരുവൈക്കം വാഴും ശിവശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭു തിരുവൈക്കം വാഴും ശിവശംഭോ. മരണകാലത്ത് ഭയത്തെ ചിന്തിച്ചാൽ മതിമറന്നു പോം മനമെല്ലാം. മനതാരിൽ വന്നു വിളയാടിയിടേണി തിരുവൈക്കം വാഴും ശിവശംഭോ. ശിവ ശിവ ഒന്നും പറയാവതല്ലേ മഹാമായ തൻ്റെ പ്രകൃതികൾ. മഹാമായ നീ കേട്ടരുളണീ നാഥ തിരുവൈക്കം വാഴും ശിവശംഭോ. വലിയൊരു കാട്ടിൽ അകപ്പെട്ടേൻ ഞാനും വഴിയും കാണാതെ ഉഴലുമ്പോൾ. വഴിയിൽ നേർവഴി അരുളണീ നാഥ തിരുവൈക്കം വാഴും ശിവശംഭോ. എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടയ്ക്കിടെ 6 പടിയുണ്ട്. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭു തിരുവൈക്കം വാഴും ശിവശംഭോ. നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യ വേണം സദാ. നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യ വേണം.
മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ, അത് ജീവചൈതന്യമല്ലോ, സാക്ഷാൽ നാദബ്രഹ്മമല്ലോ. നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യ വേണം. മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ, അത് ജീവചൈതന്യമല്ലോ, സാക്ഷാൽ നാദബ്രഹ്മമല്ലോ. നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യ വേണം. ഭക്തപ്രിയനാം നന്ദകുമാരനെ വാഴ്ത്തി സ്തുതിക്കുക നാം, ഭക്ത്യാ വാഴ്ത്തി സ്തുതിക്കുക നാം. 14 ലോകവും നാഥൻ പാലിച്ചിടുന്നു, 14 ലോകവും നാഥൻ പാലിച്ചിടുന്നു. ഭക്തർക്കഭയവും മോക്ഷവും നൽകി രക്ഷിച്ചിടുന്നു, ഭക്തർക്കഭയവും മോക്ഷവും നൽകി രക്ഷിച്ചിടുന്നു. നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യ വേണം സദാ. നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യ വേണം. മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ, അത് ജീവചൈതന്യമല്ലോ, സാക്ഷാൽ നാദബ്രഹ്മമല്ലോ. ആനന്ദ സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം, ആനന്ദ സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം. ആ ദിവ്യ തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നു ലയിക്കാം, ആ ദിവ്യ തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നു ലയിക്കാം. ആനന്ദ സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം, ആ ദിവ്യ തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നു ലയിക്കാം. നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യ വേണം സദാ. നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യ വേണം. ഭക്തപ്രിയനാം നന്ദകുമാരനെ വാഴ്ത്തി സ്തുതിക്കുക നാം, ഭക്ത്യാ വാഴ്ത്തി സ്തുതിക്കുക നാം. ഭക്തപ്രിയനാം നന്ദകുമാരനെ വാഴ്ത്തി സ്തുതിക്കുക നാം, ഭക്ത്യാ വാഴ്ത്തി സ്തുതിക്കുക നാം. നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യ വേണം. മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ, അത് ജീവചൈതന്യമല്ലോ, സാക്ഷാൽ നാദബ്രഹ്മമല്ലോ. നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യ വേണം സദാ. നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യ വേണം സദാ. ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ ഭുവനേശ്വരി. ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ ഭുവനേശ്വരി. ആഗമവേദകലാമയരൂപിണി, ആഗമവേദകലാമയരൂപിണി. അഖില ചരാചര ജനനി നാരായണി. നാഗകങ്കണ നടരാജ മനോഹരി, നാഗകങ്കണ നടരാജ മനോഹരി. ജ്ഞാനവിദേശ്വരി രാജരാജേശ്വരി, ജ്ഞാനവിദേശ്വരി രാജരാജേശ്വരി. ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ. പലവിധമായുന്നൈ ആടവും പാടവും, പലവിധമായുന്നൈ ആടവും പാടവും. പാടിക്കൊണ്ടാടുമൻപർ പദമലർ സൂടവും, പലവിധമായുന്നൈ ആടവും പാടവും. പാടിക്കൊണ്ടാടുമൻപർ പദമലർ സൂടവും.
உலகம் முழுதுமெனதகமுற காணவும் ஒரு நிலை தருவாய் காஞ்சி காமேஸ்வரி ஒரு நிலை தருவாய் காஞ்சி காமேஸ்வரி ஸ்ரீ சக்கரராஜ சிம்ஹாசனேஸ்வரி ஸ்ரீலலிதாம்பிகே உழந்து திரிந்த என்னை உத்தமனாக்கி வைத்தான் உழன்று திரிந்த என்னை உத்தமனாக்கி வைத்தான் உயரிய பெரியோருடன் உண்டிர கூட்டி வைத்தான் உயரிய பெரியோருடன் உண்டிர கூட்டி வைத்தான் நிழலின தொடர்ந்த முன்னூள் கொடுமை நீக்கம் செய்தான் நிழலின தொடர்ந்த முன்னூள் கொடுமை நீக்கம் செய்தான் നിത്യ കല്യാണി ഭവാനി പത്മേശ്വരി ശ്രീ ചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ തുമ്പപ്പുടത്തിലിട്ട് തൂയവനാക്കി വൈത്തായ് തുമ്പപ്പുടത്തിലിട്ട് தூயவனாக்கி வைத்தான் தொடர்ந்த முன்மாயை நீக்கி பிறந்த பயனை தந்தாய் தொடர்ந்த முன்மாயை நீக்கி பிறந்த பயனை தந்தாய் அன்பை புகழ்த்தி உந்தன் ஆடலை காண செய்தான் அன்பை புகழ்த்தி உந்தன் ஆடலை காண செய்தான் அடிக்கலம் நீயே அம்மா അടിക്കലം നീയേ അമ്മ അഖിലാണ്ടേശ്വരി അടിക്കലം നീയേ അമ്മ അഖിലാണ്ടേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ ഭുവനേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ ഭുവനേശ്വരി ആഗമവേദ കലാമയരൂപിണി ആഗമവേദ കലാമയരൂപിണി അഖില ചരാചര ജനനി നാരായണി ജ്ഞാന കങ്കണ നടരാജ മനോഹരി നാഗ കങ്കണ നടരാജ മനോഹരി ജ്ഞാനവിദേശ്വരി രാജരാജേശ്വരി ജ്ഞാനവിദേശ്വരി രാജരാജേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ ഭുവനേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ കൃഷ്ണ മുകുന്ദ മുരാരേ കൃഷ്ണ മുകുന്ദ മുരാരേ കൃഷ്ണ മുകുന്ദ മുരാരേ ജയ കൃഷ്ണ മുകുന്ദ മുരാരേ കരുണാസാഗര കമലാനായക കരുണാസാഗര കമലാനായക കനകാംബരധാരി ഗോപാല കനകാംബരധാരി ഗോപാല കരുണാസാഗര കമലാനായക കരുണാസാഗര കമലാനായക കനകാംബരധാരി ഗോപാല കൃഷ്ണ മുകുന്ദ മുരാരേ ജയ കൃഷ്ണ മുകുന്ദ മുരാരേ കാളിയ മർദന കംസനിഷൂദന കാളിയ മർദന കംസനിഷൂദന കമലാദള നയന ഗോപാല കമലാദള നയന ഗോപാല കാളിയ മർദന കംസനിഷൂദന
കാളിയമർദ്ദന കംസനിഷൂദന കമലാദള നയന ഗോപാല കമലാദള നയന ഗോപാല കൃഷ്ണ മുകുന്ദ മുരാരി ജയ കൃഷ്ണ മുകുന്ദ മുരാരി കുടിലകുന്തളം കുവലയദള നീലം മധുരമുരളീരവലോലം കോടിമദനധാവണ്യം ഗോപീ പുണ്യം ഭജാമി ഗോപാലം ഗോപീജനമന മോഹന വ്യാപക ഗോപീജനമന മോഹന വ്യാപക കുവലയദള നീല ഗോപാല കുവലയദള നീല ഗോപാല ഗോപീജനമന മോഹന വ്യാപക ഗോപീജനമന മോഹന വ്യാപക കുവലയദള നീല ഗോപാല കുവലയദള നീല ഗോപാല കൃഷ്ണ മുകുന്ദ മുരാരി ജയ കൃഷ്ണ മുകുന്ദ മുരാരി കരുണാസാഗര കമലാനായക കരുണാസാഗര കമലാനായക കനകാംബരധാരി ഗോപാല കനകാംബരധാരി ഗോപാല കൃഷ്ണ മുകുന്ദ മുരാരി ജയ കൃഷ്ണ മുകുന്ദ മുരാരി ജയ കൃഷ്ണ മുകുന്ദ മുരാരി പാലയ 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 മാം ദേവി പാലയ 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 മാം പാലയ 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 മാം ദേവി പാലയ 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 മാം മംഗളകാരിണി പാലയ മാം അമ്മേ സങ്കടനാശിനി പാലയ മാം മംഗളകാരിണി പാലയ മാം അമ്മേ സങ്കടനാശിനി പാലയ മാം ദുഃഖവിനാശിനി പാലയ മാം അമ്മേ ദുരിതവിനാശിനി പാലയ മാം സങ്കടവൻ കടൽ മാറ്റി അടിയനെ പാലയ 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 മാം അമൃതക്കടലേ ജ്ഞാനസ്വരൂപേ ലോകമാതാ പരാശക്തി കൽമഷമെല്ലാം മാറ്റി അടിയനെ പാലയ 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 മാം അറിവിനും അറിവായി വിളങ്ങും ദേവി നാദരൂപിണി വീണാപാണി മായാ ഭഗവതി ആദിപരാശക്തി പാലയ 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 മാം അമൃതവർഷിണി ചിന്മയീ ദേവി ബ്രഹ്മസ്വരൂപേ നിത്യാനന്ദേ അടിയന്റെ നാവിൽ വിളങ്ങണമമ്മേ പാലയ 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 മാം പാലയ 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 മാം ദേവി പാലയ 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 മാം മംഗളകാരിണി പാലയ മാം അമ്മേ സങ്കടനാശിനി പാലയ മാം മംഗളകാരിണി പാലയ മാം അമ്മേ സങ്കടനാശിനി പാലയ മാം പാലയ 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 മാം ദേവി പാലയ 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 മാം മംഗളകാരിണി പാലയ മാം അമ്മേ സങ്കടനാശിനി പാലയ മാം മംഗളകാരിണി പാലയ മാം അമ്മേ സങ്കടനാശിനി പാലയ മാം ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ
ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ. നിത്യവും ആനന്ദം ഉള്ളിലുദിക്കണം, കാണായ സർവവും ഞാനെന്നറിയണം. സർവചൈതന്യ സ്വരൂപാ ദൈവമേ, ഞങ്ങളങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. നിത്യവും ആനന്ദം ഉള്ളിലുദിക്കണം, കാണായ സർവവും ഞാനെന്നറിയണം. സർവചൈതന്യ സ്വരൂപാ ദൈവമേ, ഞങ്ങളങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ആനന്ദം ആനന്ദം ആനന്ദമേ, ആനന്ദം ആനന്ദം ആനന്ദമേ. ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ. ഈ ലോക ജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റേണമേ ലോകനാഥ. നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണമേ. ഈ ലോക ജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റേണമേ ലോകനാഥ. നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണമേ. ആനന്ദം ആനന്ദം ആനന്ദമേ, ആനന്ദം ആനന്ദം ആനന്ദമേ. ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ. ആനന്ദം ആനന്ദം ആനന്ദമേ, ആനന്ദം ആനന്ദം ആനന്ദമേ. ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ. ആനന്ദം ആനന്ദം ആനന്ദമേ, ആനന്ദം ആനന്ദം ആനന്ദമേ. ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി ജദ്യൽ സകലം പരസ്മൈ നാരായണായേ നിധി സമർപ്പയാമി. ഓം നാരായണായേ നിധി സമർപ്പയാമി. ഓം നാരായണായേ നിധി സമർപ്പയാമി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവരും ഭക്തിയായിട്ട് ഇത് കേട്ട് ഭജിക്കുക മക്കളെ. ഭഗവാന്റെ ആഗ്രഹം, ഈശ്വരൻ പരമാത്മാവായ കൃഷ്ണൻ എന്താ പറയുക? ഭഗവാൻ ഭക്തനിലും ഭക്തൻ ഭഗവാനിലും. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഒന്നായി ചേരാൻ, ഏകീകരിക്കാൻ. കർത്താവ് അത് തന്നെയാണ് പറയുന്നത്. ഇന്ന് ഞാൻ കർത്താവിൻ്റെ പറ്റി അത് എന്താണെന്ന് അല്പം കുറേശ്ശെ മനസ്സിലാക്കി തരണമല്ലോ. അപ്പോൾ നമുക്ക് ഈ ലോകം മൊത്തവും ഒരേ ഒരു പരമാത്മാവിൻ്റെ സന്തതികളാണ് സർവ്വതെന്ന് നമ്മൾ അജ്ഞാനമില്ലാതെ അറിയണം. ഏകമായ ഒരു മതം, ഒരു മനുഷ്യമതം. അല്ലാതെ ഇവിടെ ഒരുപാട് മതങ്ങളൊന്നും തന്നെ ഇല്ല മക്കളെ. എല്ലാം ഈശ്വരൻ്റെ സന്തതികളാണ്. ഇവിടെ മനുഷ്യരാണ് ഇങ്ങനെയെല്ലാം ആക്കി തിരിച്ച് മറിച്ച് കൂട്ടി മാട്ടി വെച്ച് ജനങ്ങളെ കൊണ്ട് സ്പർദ്ധയുണ്ട്. അതായത് തങ്ങളെ കണ്ടുകൂടാതാക്കുന്ന മൊത്തവും ജനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഭക്തമക്കൾ എന്ത് ചിന്തിക്കണം? സർവ്വതും ഏകമായ പരബ്രഹ്മത്തിൻ്റെ എല്ലാം അല്ലാതെ വേറൊന്നില്ല. ഇവിടെ യേശു എന്ന് പറഞ്ഞാലും ഇവിടെ ആ പിതാവിൻ്റെ പുത്രനായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. നമുക്കൊക്കെ വേണ്ടുന്ന ഉപദേശങ്ങൾ നമുക്കല്ലേ അന്ന് ആരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഏത് രാജ്യത്താണ് അത്? ഈ ലോകം മൊത്തം ഒരു രാജ്യം, എല്ലാം ഒന്നല്ലേ? ലോകം എന്ന് പറഞ്ഞാൽ ഓരോ ഭൂഖണ്ഡങ്ങളും എവിടെ നോക്കിയാലും ഈശ്വരൻ്റെ അല്ലേ? അവിടെ എല്ലായിടവും ഒന്നിച്ചങ്ങ് അവതരിക്കാൻ പറ്റൂ. ഓരോ പ്രവാചകന്മാരും ഓരോ സ്ഥലങ്ങളിൽ. അപ്പോൾ ഇവിടെ വന്നതൊക്കെ നമ്മൾ അത് വന്ന് നമ്മുടെ ഇന്ത്യയിലുമായി. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ട? ഗുണം, നന്മ ആര് തന്നാലും ആര് പറഞ്ഞാൽ ഉപദേശം തന്നെയാണ്. ഭഗവാനിൽ നിന്ന് വന്നേക്കുന്ന ഉപദേശം തന്നെയാണ്. ഉപദേശം എല്ലാവർക്കും കൊടുത്തിട്ട്, ശിഷ്യന്മാർക്കല്ലാതെ കൊടുത്തിട്ട് യേശു കർത്താവ് പോയപ്പോൾ പറയുന്നെന്താ? ഇപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ പിതാവിൻ്റെ അടുത്തുനിന്ന് വന്നതാണെന്ന്. നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇനി നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിക്കണമെന്നില്ല. കാരണം യഥാർത്ഥം മനസ്സിലായ പിന്നെ ഈശ്വരൻ ഏകനാണെന്ന് നമ്മൾ അത് ബോധ്യപ്പെടുത്താനാണ് ഇവിടെ ഗുരുവായിട്ട് വന്നത്. അപ്പോൾ ആ കർത്താവ് എന്ത് തെറ്റാ ചെയ്തത്? ആദ്യം ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ഗുരുവിനോടൊപ്പം ചേർന്ന് നിന്നു. അവർ യഥാർത്ഥം മനസ്സിലാക്കി പിതാവിൽ നിന്ന് വന്ന പുത്രനാണെന്നും പിതാവിൻ്റെ കൽപ്പനകളാണ് ഇവിടെ തന്നതെന്നും അത് ശിഷ്യന്മാർ അതേപടി പാലിച്ചു. അപ്പോൾ കർത്താവായ യേശു തമ്പുരാൻ ഈ ശിഷ്യന്മാരിൽ വസിച്ചു, ഈ പുത്രനിലും വസിച്ചു. അതെവിടെ എത്തും? പിതാവിലും അങ്ങനെ എത്തും. അപ്പോൾ പിതാവും പുത്രനും ഈ ശിഷ്യന്മാരെല്ലാം ഏകീകരിക്കാനുള്ള ആ ഒരു ഉപദേശം അവിടെ തന്നിട്ട് പോയാൽ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇത് ബൈബിൾ വായിച്ചുകൊണ്ട് എനിക്കത് മനസ്സിലാവും. അല്ലാതെ ഇവിടെ യാതൊരു തെറ്റുകളും ഇവിടെ വന്ന ഒരു പ്രവാചകന്മാരായ ഇങ്ങനെയുള്ള ഗുരുക്കന്മാരൊന്നും
ഒരു തെറ്റും ചെയ്യില്ല. മനുഷ്യനാണെന്ന് മൊത്തവും തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ കൊണ്ട് വേണ്ടാത്ത ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഭക്ത മക്കൾ ഞാൻ പറയുന്നത്, കാരണം ഞാനിത് മനസ്സിലാക്കിയതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് അത് ഒടുക്കം എന്താ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ നേരിട്ട് തന്നെ ഇനി പിതാവിനെ, സത്യത്തിൽ ആ പിതാവിനെ അറിയിച്ചു തരാനാണ് ഇവിടെ വഴി കാണിച്ചു തരാൻ. അതുകൊണ്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് ഈ പുത്രൻ എത്തിയതുപോലെ വലത്തുഭാഗത്ത് പിതാവിൻ്റെ ഇച്ഛ അനുസരിച്ച് ഈ ലോകം നന്മ കൊണ്ട് നിറയ്ക്കാനും എല്ലാവരെയും അങ്ങനെ ആക്കി എടുക്കാനും വന്നതുകൊണ്ട് ആ പ്രവൃത്തി, പിതാവിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടവിടെ വലത്തുഭാഗത്ത് ഇരിക്കാനുള്ള അവസരം കിട്ടി. അതുപോലെ നമ്മളെപ്പോലുള്ള ശിഷ്യന്മാർ അന്നുണ്ടെങ്കിൽ അവർക്കും ആ അവസരം ഒരുക്കി കൊടുക്കുന്നു. അപ്പോൾ എന്ത് തെറ്റാ ചെയ്തത്? നമ്മളും അങ്ങനെ ആ പാഠം, അത് പിതാവെന്ന് പറഞ്ഞാൽ ആരാ? പരബ്രഹ്മമല്ലേ? ആ പരബ്രഹ്മം നമ്മളെ ഇന്ത്യയിൽ നേരത്തെ തന്നെ ഋഷീശ്വരന്മാർ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ പിതാക്കന്മാരും ഇത് തന്നെ ഇവിടെ. അപ്പം കർത്താവ് അവതരിച്ചത് ഇവിടെ അല്ലല്ലോ, ഇന്ത്യയിലല്ലല്ലോ, ആ നാട്ടിൽ ആ രാജ്യത്ത് അത് വേണമായിരുന്നു. അത് പിന്നെ പോകെ എല്ലാവരും അവർ ഒരു മതം തന്നെ ഉള്ളൂ ലോകത്ത്, ഇത് അറിവില്ലാത്തവരങ്ങനെ ആക്കിയെടുത്തു. യേശുവേ ഉള്ളൂ എന്നുള്ള രീതിയിൽ. അവിടെ യേശുവിൻ്റെ രീതിയായാലും ഭഗവാൻ കൃഷ്ണൻ്റെ രീതിയായാലും എല്ലാം നന്മയാണല്ലോ. നന്മ ചെയ്തു തരുന്ന ഗുരുക്കന്മാരെ നമ്മൾ എങ്ങനെയാ അത് കൊള്ളത്തില്ല എന്ന് പറയുന്നത്? അപ്പം നമുക്ക് എല്ലാം ഉൾക്കൊള്ളണ്ടേ, എല്ലാം ഒന്നാണ് കാണണ്ടേ. അജ്ഞാനം നമുക്ക് പാടില്ല. ഒരു ഭക്തന് ഒരിക്കലും അജ്ഞാനം പാടില്ല. എല്ലാം ഈശ്വര പൈതങ്ങളാണ് നമ്മളെല്ലാവരും. അതുപോലെ തന്നെ ഇവിടെ വന്ന എല്ലാ നന്മ ചെയ്യുന്നതെങ്കിൽ മനസ്സിലാക്കിക്കണം അത് ഭഗവാന്റെ അടുക്കൽ നിന്ന് വന്നതാണെന്ന്. അതെനിക്ക് എനിക്ക് ബൈബിളിനെ പറ്റി എൻ്റെ മക്കൾക്ക് പറഞ്ഞു തരണം. കാരണം എൻ്റെ മക്കൾ വെച്ചാൽ എന്താണ്? ഭക്ത മക്കൾ. അത് ഭഗവാന്റെ മക്കൾ ഭക്തന്മാരാണ്. ആ ഭക്തന്മാർ എൻ്റെ മക്കളാണ്. അതുകൊണ്ട് ആ മക്കൾ അജ്ഞാനം മാറി യഥാർത്ഥത്തെ മനസ്സിലാക്കി പരമാത്മാവിൽ ലയിക്കാൻ, ഏകീകരിക്കാൻ, അതാണ് കർത്താവും തന്നേക്കുന്നത്. ഏകീകരിക്കാൻ, ഒന്നായി തീരാൻ. അതാണ് ഈ നമ്മുടെ പുരാണങ്ങളും അതന്നെ, പരമാത്മാവിൽ ലയിക്കുക. അതാണ് കർത്താവും പറഞ്ഞേക്കുന്നത്. രണ്ട് രീതിയൊന്നുമില്ല, ഒരേ രീതി തന്നെ, ആർക്കും വായിക്കാൻ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈശ്വരൻ ഏകനാണെന്ന് ഇവിടെ പഠിപ്പിക്കുവാണ് എല്ലാവരും. ഇവിടെ കർത്താവിനെ പ്രാർത്ഥിക്കുക, കർത്താവ് ഒടുക്കം പറയുന്നില്ല. പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കി കൊടുത്ത് ഈ ശിഷ്യന്മാരെല്ലാം അത് ഇങ്ങനെ ലോകത്ത് അന്ന് ആ രാജ്യത്ത് ചിലപ്പോൾ പിതാവിനെ പറ്റി അറിവില്ലായിരിക്കും. അതുകൊണ്ടാണ് കർത്താവായിട്ട് അവിടെ അവതരിച്ച് പിതാവിനെ പറ്റി മനസ്സിലാക്കി കൽപ്പനകളെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചപ്പോൾ യഥാർത്ഥം മനസ്സിലായി. ഇനി നിങ്ങൾ പിതാവിനെ നേരിട്ട് കണ്ടാൽ മതി. അപ്പോൾ സദൃശമായിട്ട് ഇനിയെല്ലാം പറയുന്നില്ലല്ലോ എന്ന് ഞാൻ ശിഷ്യൻ പറഞ്ഞ് അത് എടുത്ത് വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്. അല്ലാതെ എന്ത് ചെയ്യാനാ? എല്ലാവർക്കും നമസ്കാരം. എനിക്കങ്ങനെ കാണാതൊന്നും പറയാൻ അറിയില്ല. ഞാൻ അത് നോക്കി പിടിക്കട്ടെ ആ ഭാഗങ്ങളൊക്കെ, എന്നിട്ട് എനിക്കത് പറഞ്ഞു തരണം. എനിക്കും ബൈബിളിനെ പറ്റി കുറേയൊക്കെ അറിയാം മക്കളെ. അതുകൊണ്ടല്ലേ എന്നെ ആരും പറ്റിക്കാനാകത്ത. ഇവിടെ കുറേ ക്രിസ്ത്യാനികൾ പാസ്റ്റർമാർ വന്ന് എന്നെ പൊക്കിക്കൊണ്ട് പോകാനൊക്കെ ശ്രമിച്ചു നോക്കി. ഞാനിങ്ങനെ പ്രാർത്ഥനയ്ക്ക്, പക്ഷേ നോക്കിയപ്പോൾ എന്താണ്, അവർ നമ്മളെ മതം മാറ്റി അതിലേക്ക് മാറ്റാൻ ഈ മതം മാറ്റുന്ന രീതി. ഇവിടെ നല്ല ഗുരുക്കന്മാരെന്താ മതം? അങ്ങനെയുള്ള ആധ്യാത്മികമായ ഗുരുക്കന്മാർക്ക് മതമൊന്നുമില്ല. അതുകൊണ്ടാണല്ലേ അന്ന് അവരുടെ പ്രാർത്ഥനയിൽ പോകാൻ കാരണം. എല്ലാം ഏകമായി കണ്ട സന്യാസിമാർ ഇപ്പോഴും ഉണ്ട് ഈ സഭയിൽ തന്നെ. പക്ഷെ നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ചിലർക്ക് ഇതാണ് പാഠം. എങ്ങനെയാ? എല്ലാവരും കർത്താവേ ഉള്ളെന്ന് പഠിപ്പിച്ച് നമ്മളെ തരണം. അറിവില്ലാത്ത, ഒരു വിവരവും ഇല്ലാത്ത, അറിവില്ലാത്തവർ നിങ്ങൾക്ക് പൈസ തരാം, വീട് വെച്ച് തരാം എന്നൊക്കെ പറഞ്ഞാൽ അവരങ്ങോട്ടങ്ങ് ചേരുന്നത്. അത്രയേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ അപ്പോഴത്തെ വൈകല്യങ്ങളാണ്. നിവർത്തിയില്ലായ്മ കൊണ്ട് ഇങ്ങനെ എല്ലാവരും അതിലേക്ക് അടുപ്പിച്ചെടുക്കുന്നത്. എന്തെങ്കിലും കൊടുത്തെങ്കിലും അങ്ങോട്ട് നിങ്ങൾ കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് കയറി വരുമല്ലോ എന്ന് കരുതുക. അതൊക്കെയാണ് മഹാ തെറ്റെന്ന് പറയുന്നത്. ഇതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. എവിടെ എല്ലാം ഏകമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഏത് മതമായാലും എന്താ, എവിടെ ആയാലും എന്താ, എല്ലാം ഈശ്വരൻ ഏകനല്ലേ, എല്ലാം ഈശ്വര സന്തതികളല്ലേ. അവിടെ ഏതിലോട്ട് ചെന്നാൽ എന്താണ്? അറിവ് വന്നാൽ എല്ലാം നമുക്ക് തികയും. ഭഗവാന്റെ അടുക്കൽ എത്തണമെങ്കിൽ നമുക്ക് അറിവാണ് വേണ്ടത്. ആ അറിവ് നമുക്ക് ഇങ്ങനെയെല്ലാം പുസ്തകങ്ങൾ വായിച്ച്, ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ആരാണെന്നും നമ്മൾ എവിടെ നിന്ന് വന്നെന്നും നമ്മളിനി എവിടേക്ക് ചെല്ലണമെന്നൊക്കെ, എവിടെ ചേർന്നിരിക്കണമെന്നൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഇതൊക്കെ പാഠം കിട്ടിയെങ്കിലേ പറ്റൂ. എല്ലാവർക്കും നമസ്കാരം. ഹരിവും ഹരിവും ഹരിവും.